വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഉപ്പുമാവ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് റവ കൊണ്ടുള്ള ഈ ഉപ്പുമാവ്. ഒട്ടും വെള്ളം കൂടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കാൻ 2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവ ആയതിനാൽ ഒരു ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് 2 ഗ്ലാസ് റവ ചട്ടിയിലേക്ക് ഇട്ട് സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് റവ വറുത്തെടുക്കണം. റവ വറവായാൽ ചട്ടിയിൽ നിന്നും മാറ്റാം. ഇനി 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 2 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെള്ളത്തിന്റെ പാകത്തിനേക്കാൾ സ്വല്പം മുന്നിൽ നിൽക്കുന്ന തരത്തിൽ ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം തിളച്ചു വരുന്ന സമയം കൊണ്ട് ഒരു ചട്ടി ചൂടാക്കി ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പും വറ്റൽമുളകും മൂത്ത് വരുമ്പോൾ 3 പച്ചമുളക് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വളരെ നൈസായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് 1/2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഒരു സവാളയുടെ പകുതി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ലൈറ്റായിട്ട് വഴണ്ടു വരുമ്പോൾ 1 ക്യാരറ്റ് കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞതും തേങ്ങ ചെരുകിയതും ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ക്യാരറ്റും തേങ്ങ ചെരുകിയതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ പച്ചമണം ഒന്ന് പോയാൽ വറുത്ത റവ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം. 1/2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കണം. 1-2 മിനിറ്റിനുള്ളിൽ റവ വെന്ത് വരും. റവയിലേക്ക് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് ഇളക്കി മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്